Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കൊത്തു പൊറോട്ട എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ പൊറോട്ട ഉണ്ടാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ. അല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊറോട്ട ആണെങ്കിലും മതി. ഏതായാലും നമ്മൾ പൊറോട്ട രണ്ടെണ്ണം എടുക്കുക. എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കടയിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചീകി എടുക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഓയിലായാലും മതി കേട്ടോ. അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുക്കുക. 2 പൊറോട്ടയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളതൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം 2 മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കണം. മുട്ട സാധാരണ നമ്മൾ കുത്തിപ്പൊരിച്ചെടുക്കില്ല, അതേപോലെ കുത്തിപ്പൊരിച്ചെടുക്കുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ആ മിക്സായിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനോ ബീഫോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ബീഫിൻ്റെ കുറച്ച് കഷ്ണങ്ങളും അതുപോലെ അതിൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.